ഓൾ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, മേക്കപ്പ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫേസ് ഗ്രേ ആയി പോകുന്നു, മേക്കപ്പ് ഓക്സിഡൈസ് ആയി പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ അത് പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ മോർ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങളുടെ മേക്കപ്പ് ഓക്സിഡൈസ് ആയി പോകുന്ന അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡിലേക്ക് വരുന്നതിന് ഒരു 3-4 റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കളർ കറക്റ്റിംഗ് അല്ലെങ്കിൽ കൺസീലിംഗ് ചെയ്തിട്ടല്ല ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ഓക്സിഡൈസ് ആയി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഒരു 90% ആളുകൾക്കും അണ്ടർ ഐയും മൗത്ത് ഏരിയ ഓർ മങ്കി ഏരിയ ഇത്തിരി പിഗ്മെന്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നല്ല പിഗ്മെന്റേഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കൺസീലർ എടുത്ത് ഡാർക്ക് സ്പോട്ട് കവർ ചെയ്തിട്ട് വേണം അതിന്റെ മേളിൽ കൺസീലർ ഇടാൻ. അതിനുശേഷം വേണം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ. കൺസീലർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഫൗണ്ടേഷനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള കൺസീലർ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇപ്പോൾ ലൈറ്റ് പിഗ്മെന്റേഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൺസീലറിലേക്ക് പോവാം, കളർ കറക്റ്ററിന്റെ ആവശ്യം വരില്ല. പിന്നെ ഈ ഓറഞ്ച് ഷെയ്ഡ് ലൈറ്റ് ഓറഞ്ച് ഉണ്ട്, ഡാർക്ക് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പിഗ്മെന്റേഷന്റെ പിഗ്മെന്റ് അനുസരിച്ച് വേണം നിങ്ങൾ അത് ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് നല്ല ഡാർക്ക് ഷെയ്ഡാണ്, നല്ല അണ്ടർ ഐ ഡാർക്ക്നെസ്, ഇവിടെയൊക്കെ പിഗ്മെന്റേഷൻ, ഇവിടെ പിഗ്മെന്റേഷൻ, ആക്നെ മാർക്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് വെച്ചിട്ട്, ഇപ്പൊ പിഗ്മെന്റേഷൻ ഉള്ളിടത്ത് ഓവറോൾ അപ്ലൈ ചെയ്യണ്ട, ജസ്റ്റ് ആ പിഗ്മെന്റ് ഉള്ളിടത്ത് മാത്രം കവർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ എവിടെയാണ് ഡാർക്ക് ഉള്ളത് അവിടെ മാത്രം കവർ ചെയ്താൽ മതി ഓറഞ്ച് വെച്ചിട്ട്. അതിന് ശേഷം നിങ്ങൾ ഒരു ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള കൺസീലർ വെച്ച് ഫുൾ ഒന്ന് കവർ ചെയ്യുക. അതായത് നിങ്ങൾ ഓറഞ്ച് കറക്റ്റർ ഇട്ട സ്ഥലത്ത് മാത്രം കവർ ചെയ്യാം. അതിനുശേഷം വേണം നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ. അതാണ് ഒരു റീസൺ നിങ്ങളുടെ മേക്കപ്പ് ഗ്രേ ആവുന്നതിന്റെ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ കെയർ പ്രോപ്പർ അല്ലെങ്കിൽ സംടൈംസ് നിങ്ങളുടെ മേക്കപ്പ് ഗ്രേ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഓയിലി സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം സ്കിൻ കെയറിൽ ശ്രദ്ധിക്കണം, എന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യണ മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ പ്രശ്നമല്ല ഈ ഓക്സിഡൈസ് ആവുന്ന, ഒരു 99% നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ നന്നായിട്ട് നോക്കുക. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തു തരാം, സ്കിൻ കെയറിന് മാത്രമായിട്ട്. അപ്പൊ സ്കിൻ കെയർ നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ, അല്ലാതെ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങളുടെ ഷെയ്ഡിനേക്കാളും ഒരു 2 to 3 ഷെയ്ഡ് ബ്രൈറ്റ് ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും നിങ്ങളുടെ മേക്കപ്പ് ഓക്സിഡൈസ് ആവും. നമ്മൾ വിചാരിക്കും അതായത് ഡാർക്ക് ഷെയ്ഡ് എടുത്താലല്ലേ ഫേസ് ഗ്രേ ആവാ, ലൈറ്റ് ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടിരിക്കില്ലേന്ന്. ഒരിക്കലും ഇല്ല. നിങ്ങളുടെ സെയിം ഷെയ്ഡ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 1 ഷെയ്ഡ് ബ്രൈറ്റർ എടുത്താലും വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷെ ഒരു 2 ഷെയ്ഡ് 3 ഷെയ്ഡ് ബ്രൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്തേക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് ഫംഗ്ഷന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും സംഭവം ഓക്സിഡൈസ് ആവും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ നിങ്ങളുടെ സെയിം ഷെയ്ഡ് അല്ലെങ്കിൽ തൊട്ട് ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഏതാണോ ഫൗണ്ടേഷൻ എടുത്തത് ആ സെയിം ഷെയ്ഡിന്റെ വേണം സെറ്റിംഗ് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യാം. കോമ്പാക്ട് ആണെങ്കിലും ലൂസ് പൗഡർ ആണെങ്കിലും ബനാന പൗഡർ ആണെങ്കിലും നിങ്ങളുടെ ഷെയ്ഡിന് മാച്ച് ആയിട്ടുള്ളത് വേണം നിങ്ങൾ എടുക്കാൻ. പിന്നെ അടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയർ ഇതിന്റെ മെയിൻ ഫാക്ടറാണ്. ഇപ്പൊ കുറച്ച് പേരൊക്കെ പറയാറുണ്ട്, ഫേസിൽ മേക്കപ്പ് ഇട്ട് നമ്മളൊരു ഫംഗ്ഷന് പോയി ഈ ഒരു മൗത്ത് ഏരിയ മാത്രം ഇത്ര ഡാർക്ക് ആവുന്നേ, ബാക്കി ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമില്ല എന്നുള്ളത്. അത് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു പോർഷനിലായിരിക്കും ഹെയർ കൂടുതൽ ഉണ്ടാവുക, ഫേഷ്യൽ ഹെയർ. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം മേക്കപ്പ് ഇടാനായിട്ട്. ഫേഷ്യൽ ഹെയർ ഉള്ളത് നമുക്കൊരു നല്ല മേക്കപ്പ് ബേസ് തരില്ല. ഇപ്പൊ ഹെയറിൽ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് പിടിക്കൂല. ഇപ്പൊ നമ്മൾ ബ്രൈഡൽ മേക്കപ്പിന് പോകുമ്പോഴാണെങ്കിലും ബ്രൈഡിന്റെ ഫുൾ ഫേസ് ഹെയർ നമ്മൾ റിമൂവ് ചെയ്യും. നിങ്ങൾക്ക് ത്രെഡ് ചെയ്യാനൊക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ റേസർ വെച്ചിട്ട് ചെയ്താൽ മതി. റേസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓപ്പോസിറ്റ് സൈഡ് റേസ് ചെയ്യരുത്, താഴോട്ട്, അതായത് എങ്ങോട്ടാണോ ഹെയർ ഗ്രോത്ത് ആ ലെവലിൽ വേണം നിങ്ങൾ ചെയ്യാൻ. അതുപോലെ നിങ്ങൾ റേസർ ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസറോ ഒരു അലോവേര ജെല്ലോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം റേസർ ചെയ്യാൻ, അല്ലെങ്കിൽ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ഓക്സിഡൈസ് ആവും, ആ ഒരു ഏരിയയിൽ മാത്രം ഗ്രേ ആവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഓക്സിഡൈസേഷൻ കൂടുതലും കണ്ടുവരുന്നത് ഓയിലി സ്കിൻ ഉള്ള ആളുകൾക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രൈമർ യൂസ് ചെയ്യുക. അതുപോലെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ എന്തായാലും യൂസ് ചെയ്യുക, ഫിക്സിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. അതും ഒരു പരിധി വരെ നിങ്ങളുടെ മേക്കപ്പിനെ ലോക്ക് ചെയ്യാൻ സഹായിക്കും. പിന്നെ
നല്ല സമ്മർ സീസൺ ആണ്, ചൂടാണ്, നിങ്ങൾ ചെന്നിടത്തും ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും മേക്കപ്പ് സംടൈംസ് ഗ്രേ ആവാൻ ചാൻസ് ഉണ്ട്. അതിനിപ്പോ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രൊഡക്ട്സിന്റെ അല്ല, അത് ആ ഒരു ക്ലൈമറ്റിന്റെ ആണ്. അത് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളൊരു മാറ്റിഫൈങ് പ്രൈമർ എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആ ഒരു സമ്മർ ടൈമിൽ. പിന്നെ വരുന്ന ഒരു മെയിൻ റീസൺ ആണ്, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടല്ലെങ്കിൽ മേ ബി സംടൈംസ് ഇത് ഓക്സിഡൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ബ്ലെൻഡറോ ബ്രഷോ വെച്ചിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഒരു തിക്ക് ലെയർ ആയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സ്വെറ്റായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ഓക്സിഡൈസ് ആയിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും ലൈറ്റ് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പ്രൊഡക്ട്സ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന റീസൺസ് ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരു 85% പ്രോബ്ലംസും സോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഓയിലി സ്കിന്നിന് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തുതരാം. പിന്നെ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമന്റിൽ ചോദിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ.